750ഓളം വർഷം പഴക്കമുള്ള കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ പുരാതന പള്ളിയാണ് കുറ്റിച്ചിറ മിശിഹാൽ പള്ളി. പള്ളിയുടെ നിർമ്മാണ വൈദഗ്ധ്യം അത്ഭുതകരമാണ്. മതസൗഹാർദ്ദ ചരിത്രം ഈ പള്ളിക്ക് പറയാനുണ്ട്. കോഴിക്കോട് തെക്കേ കടപ്പുറത്തു നിന്നും 1/2 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ കുറ്റിച്ചിറ കുളത്തിന് വടക്ക് ഭാഗത്താണ് പഴമയുടെ പ്രൗഢിയുമായി 5 നിലയിൽ തലയെടുപ്പോടെ മിശിഹാൽ പള്ളി നിൽക്കുന്നത്. പള്ളിക്ക് 750ഓളം വർഷത്തെ പഴക്കമുണ്ട്. കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ പുരാതന മുസ്ലിം പള്ളികളിലൊന്നാണ് ഇത്. 14-ാം നൂറ്റാണ്ടിന് തുടക്കം മുതലാണ് കോഴിക്കോട് സ്ഥിരതാമസമാക്കിയ യമൻ വംശക്കാരനായ നാഥുക മിസ്കാൽ എന്ന അറബി പ്രമുഖനാണ് ഈ പള്ളി നിർമ്മിച്ചത്. ഈ പള്ളിയും സാമൂതിരി രാജാവും കോഴിക്കോട്ടെ മുസ്ലിങ്ങളും തമ്മിൽ ദൃഢമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. 8-ാം നൂറ്റാണ്ട് മുതൽ കോഴിക്കോട് പോളാർശ്ശേരി രാജാക്കന്മാരുടെ ഭരണത്തിലായിരുന്നു. അന്ന് നമ്മുടെ കുറ്റിച്ചിറ ഭാഗങ്ങളിൽ അവരുടെ പോളാർശ്ശേരിയുടെ കൊട്ടാരമുണ്ടായിരുന്നു. അവരുടെ പ്രധാന പ്രജകളായ നായന്മാരുടെയും നമ്പൂതിരിമാരുടെയും ഇല്ലങ്ങളായിരുന്നു കുറ്റിച്ചിറ ചുറ്റും. 12-ാം നൂറ്റാണ്ടോട് കൂടി പോളാർശ്ശേരിമാർ സാമൂതിരി ഇവിടുന്ന് തുരത്തി ഭരണം സാമൂതിരി ഏറ്റെടുത്തു. ആ സമയത്തും കോഴിക്കോട് കുറ്റിച്ചിറയിൽ സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരങ്ങളും അവരുടെ പ്രജകളായ ആളുകളും ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് വിദേശികളായ അറബികൾ കച്ചവട കോഴിക്കോട്ട് വന്നിരുന്നത്. സാമൂതിരിയുടെ ഭരണത്തിൽ കോഴിക്കോട് കച്ചവടത്തിൽ മുസ്ലിമുകളുടെ കുത്തകയായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് 1750 വർഷം മുമ്പ് 13-ാം 14-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിൽ വിദേശിയായ യമൻകാരനായ ഏറ്റവും ധനാഢ്യനായ കച്ചവടക്കാരൻ നഹൂദ മിസ്കാൽ എന്നാൾ കോഴിക്കോട്ട് കച്ചവടാവശ്യത്തിന് വന്നത്. അയാൾക്ക് 20ഓളം കപ്പലുകളുണ്ടായിരുന്നു. നഹൂദ മിസ്കാലും സാമൂതിരി രാജാവും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. നഹൂദ മിസ്കാലിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഏറിയ പങ്കും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിരുന്നു. ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഹൂദ മിസ്കാലിന് ഒരു ആഗ്രഹം തോന്നി കോഴിക്കോട്ടൊരു പള്ളി നിർമ്മിക്കണമെന്ന്. ആ ആഗ്രഹം സാമൂതിരി രാജാവിനെ അറിയിച്ചു. സാമൂതിരി രാജാവ് കഷ്ടിച്ച് 83 സെൻറ്റ് ഭൂമി പള്ളി നിർമ്മിക്കാൻ വേണ്ടി നൽകി. ആ ഭൂമിയിലാണ് പള്ളി നിർമ്മിച്ചത്. വലിയ ധനാഢ്യനും 20ഓളം ചരക്ക് കപ്പലുടെ ഉടമയുമായിരുന്നു അദ്ദേഹം. കല്ലിനേക്കാൾ മരമാണ് പള്ളിയുടെ നിർമ്മാണത്തിന് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. 24 തൂണുകളിൽ പടുത്തുയർത്തിയ ഈ പള്ളിയുടെ നിർമ്മാണ വൈദഗ്ധ്യം അത്ഭുതകരമാണ്. വിസ്മയതാരമായ അകം സ്റ്റാളുകളും ഇറ്റാലിയൻ ടൈൽ പാകിയ മനോഹരമായ പുറം കള്ളിയും മരം കൊണ്ടുള്ള മേൽത്തട്ടും താഴിക കുടങ്ങളും മറ്റു പള്ളികളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നു. ഇൻഡോ സാരസൻ ശൈലിയോ മുഗള ശൈലിക്കോ പിടികൊടുക്കാതെ തനതായ കേരളീയമായ വാസ്തുശില്പ രീതിയാണ് ഇതിൻ്റെ നിർമ്മാണം. എല്ലാ നിലകളിലും വണ്ണം കൂടിയ തൂണുകളും ബീമുകളും ഉപയോഗിച്ചിരുന്നു. മുകളിലെ തട്ടുകളിൽ പലക നിരത്തിയാണ് കെട്ടിടത്തിൻ്റെ മുകളിൽ കഴുക്കോൽ കൂട്ടങ്ങൾ കോർത്ത മേൽക്കൂരയും ചുറ്റും മരത്താഴികളും കേരളീയ വാസ്തുശൈലിയുടെ ഉദാത്ത മാതൃകയാണ്. പള്ളിക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ അന്ന് കോഴിക്കോട് പട്ടണം മുഴുക്കെ കാണാമായിരുന്നു. 83 സെൻറ്റ് വരുന്ന ഭൂമിയുടെ ഏതാണ്ട് മധ്യത്തിലായാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ACV ന്യൂസ്, കോഴിക്കോട്.